Hello all, welcome to my YouTube channel. Today we will continue the topic. So today I am going to teach about the liberalism. What is liberalism? Last class we have studied that there are new working class and middle class. These were industrialists, businessmen, professionals. They were included in this working class and middle class. That is a രണ്ട് പുതിയ സോഷ്യൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ലിബറലിസം എന്താണ് ലിബറലിസം അതിനെക്കുറിച്ച് നോക്കാം. ലിബറലിസം ലിബറലിസം എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡ്, ലിബർ എന്നുള്ള ലാറ്റിൻ വേർഡ് എന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ഫ്രീ എന്നാണ്. അതായത് ഫ്രീ ഫോർ ഇൻഡിവിജ്വൽസ്, ദറ്റ് ഈസ് ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ. അതാണ് ലിബറലിസം. ബട്ട് ഇൻ ഫ്രാൻസ് universal suffrage means equality of political rights, equal to all peoples, equal all the people. Only the France right to vote for only for property owning men, property ഉള്ള men അവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നത്. വുമന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. അത് വുമൻ ആൻഡ് മെൻ വിത്തൗട്ട് പ്രോപ്പർട്ടി, രണ്ടുപേർക്കും പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ രണ്ടുപേർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രോപ്പർട്ടി ഉള്ള മെന്നിന് വോട്ട് ചെയ്യാൻ പറ്റും, വിമന് തീരെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പിന്നെ ജാക്കോബിൻസ് ക്ലബ് അതിൽ വന്നിട്ട് അതിൽ പറയണമെന്ന് വെച്ചാൽ ഓൺലി ഫോർ ഷോർട്ട് പീരിയഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവ് ദ റൈറ്റ് ടു വോട്ട്. അതിൽ പറയുന്നത് ഷോർട്ട് പീരീഡ് ആണ്. അതായത് അവർക്ക് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ഓൺലി ഫോർ ഷോർട്ട് പീരിയഡ് ദേ ക്യാൻ വോട്ട്. ഇഫ് പ്രോപ്പർട്ടി മെൻ ആണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ അണ്ടർ നെപ്പോളിയൻസ് കോഡിൽ എന്താ പറയുന്നത്, ലിമിറ്റഡ് സഫറേജ് ആണ്. അതായത് വുമൻ ആർ കൺസിഡർഡ് ടു ബി മൈനേഴ്സ്. നെപ്പോളിയൻ്റെ കോഡ് അനുസരിച്ച് വിമനെ മൈനറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർ ദേ ആർ ദ അതോറിറ്റി ഓഫ് ഫാദേഴ്സ് ആൻഡ് ഹസ്ബൻഡ്. ഫാദറിൻ്റെയും ഹസ്ബൻഡിൻ്റെയും അതോറിറ്റി ആണ് അവരുടെ മേൽ. അപ്പോൾ അവരെ മൈനറായിട്ടാണ് കണക്കാക്കിയിരുന്നത് അണ്ടർ ദ നെപ്പോളിയൻ കോഡ്. സോ ലിബറലിസം ഇറ്റ്സ് ടേക്കൺ ഫ്രം എ ലാറ്റിൻ വേർഡ്. ലിബർ മീൻസ് ഫ്രീ. It is under this all can vote. But in അതേപോലെ തന്നെ അണ്ടർ നെപ്പോളിയൻ കോഡിൽ എന്താ പറയുക, ലിമിറ്റഡ് സഫറേജ് ആണ്. വുമൻ ആർ കൺസിഡേർഡ് ആസ് മൈനോറിറ്റി. അതോറിറ്റി ഓഫ് വുമൻ ഈസ് വിത്ത് ദ ഹസ്ബൻഡ്സ് ഓർ ഫാദേഴ്സ്. അങ്ങനെയാണ്. ഇനി കസ്റ്റം ഡ്യൂട്ടി ഫ്രാൻസിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഫ്രം 1833 ഫ്രം ഹാംബർഗ് ടു നെറംബർഗ് അവിടെ ഗൂഡ്സ് സെല്ല് ചെയ്യണമെങ്കിൽ 11 കസ്റ്റം ബാരിയേഴ്സ് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ഗൂഡ്സ് കൊണ്ടുപോകണമെങ്കിൽ. അവിടെ കസ്റ്റം ഡ്യൂട്ടി അവർ ഫോർ ഈച്ച് പ്രോഡക്റ്റ് 5%, അതിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെ വെയ്റ്റും മെഷർമെൻറ്റും അനുസരിച്ച് 5% ഫോർ ഈച്ച് പ്രോഡക്റ്റ് അവർ കസ്റ്റം ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ അതിനാണ്. അപ്പോൾ എക്കണോമിക് ഫീൽഡിൽ ഒരു ലിബറലിസം മീൻ ഫ്രീഡം ഓഫ്, അതിൽ മെയിനായിട്ട് അവർ പറഞ്ഞു ഫ്രീഡം ഓഫ് മാർക്കറ്റ് ആൻഡ് അബോളിഷൻ ഓഫ് സ്റ്റേറ്റ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ ഗൂഡ്സ് മൂവ്മെൻറ്റ്. അത് ഗൂഡ്സ് കൊണ്ടുപോകാൻ അത് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്ത റെസ്ട്രിക്ഷൻസ് അബോളിഷ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് അവർക്ക് അതായത് നോർമൽ ഡ്യൂട്ടിയിൽ അവർക്ക് ഗൂഡ്സൊക്കെ കൊണ്ടുപോകണം. ഡ്യൂട്ടീസ് വെർ ഓഫൻ ലെവീഡ് അക്കോർഡിംഗ് ടു ദ വെയ്റ്റ്സ് ഓർ മെഷർമെൻറ്റ് ഓഫ് ഗൂഡ്സ്. ഓക്കെ, അതൊരു ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ തന്നെ എൽ ഇ എന്ന് പറഞ്ഞാൽ അതായത് മെഷർമെൻറ്റ് ഓഫ് ക്ലോത്ത് മെഷർമെൻറ്റിനെ പറയണതാണ് ഫ്രാൻസിൽ എൽ എ മീൻസ്. അത് പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഒരേ മെഷർമെൻ്റ് അല്ല. അവിടെ പറയുന്നത് ഫ്രാങ്ക്ഫർട്ടിൽ എൽ എ മീൻസ് 54.7 സെൻറ്റിമീറ്റർ ആണ് ക്ലോത്ത്. അതേപോലെ തന്നെ മെയിൻസിൽ 55.1 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ എൽ എ എന്ന് പറഞ്ഞത് അതൊരു ക്ലോത്തിൻ്റെ മെഷർമെൻ്റ് ആണ്. അതിന് ഫ്രാൻസിൽ ഓരോ സ്ഥലത്തും ഓരോ മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. ഓക്കെ, ദെൻ 1834 ഒരു യൂണിയൻ ഉണ്ടാക്കി. അത് യൂണിയൻ്റെ പേരാണ് സൊലോവെറിൻ. ZOLLEVEREIN സൊലോവെറിൻ. ദറ്റ് ഈസ് എ കസ്റ്റം യൂണിയൻ. അക്കോർഡിംഗ് അതിന് 1834 അവർ തുടങ്ങിയ ഒരു കസ്റ്റം യൂണിയൻ ആണ് സൊലോവെറിൻ മീൻസ് ദറ്റ് ഈസ് ദ യൂണിയൻ അബോളിഷ്ഡ് താരിഫ് ബാരിയേഴ്സ്. അവർ താരിഫ് കൊടുക്കാനുള്ള ബാരിയേഴ്സൊക്കെ അവർ അബോളിഷ് ചെയ്തു. Then reduce the number of currencies from over 30 to 2. അപ്പോൾ കറൻസീസിൻ്റെ അത് റെഡ്യൂസ് ചെയ്തു. നമ്പർ ഓഫ് കറൻസീസ് 30 to 2 അവർ കറൻസി റെഡ്യൂസ് ചെയ്തു. അത് സൊലോവെറിൻ അതൊരു കസ്റ്റം യൂണിയൻ ആണ്. അത് പ്രകാരം ഫ്രീഡം ഓഫ്, ഒരു തടസ്സമില്ലാണ്ട് മൂവ്മെൻറ്റ് ഓഫ് ഗൂഡ്സ്, ക്യാപിറ്റൽ, പീപ്പിൾ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഫ്രീഡം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് സൊലോവെറിൻ. ഇറ്റ്സ് എ കസ്റ്റം യൂണിയൻ. അതേപോലെ തന്നെ റെയിൽവേ ഡെവലപ്മെൻറ്റ് ഉണ്ടായി.
So that is in 1834. Okay. So in liberalism എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്രീഡം ഓഫ് മാർക്കറ്റ് വേണം. അതേപോലെ തന്നെ അബോളിഷൻ ഓഫ് സ്റ്റേറ്റ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ ഗുഡ്സ് മൂവ്മെൻറ്റ് അതുണ്ടാവണം. അപ്പോൾ അത് 1834 ഈ കസ്റ്റം യൂണിയൻ സൊലോവറിനിലൂടെ അവർ അത് നേടിയെടുത്തു. അത് പ്രഷ്യ ജോയിൻഡ് ബൈ ജർമ്മൻ സ്റ്റേറ്റ്സ്. പ്രഷ്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ജർമ്മൻ സ്റ്റേറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് തുടങ്ങിയ ഒരു കസ്റ്റം യൂണിയൻ ആണ് സൊലോവറിൻ. Okay, so that's all for today. Thank you.